ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു എഡിബിൾ ഗ്ലിറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചുരുങ്ങിയ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈ ഒരു എഡിബിൾ ഗ്ലിറ്റേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ എഡിബിൾ ഗ്ലിറ്റേഴ്സ് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരു 200 രൂപയുടെ മേലിൽ അതിൻ്റെ പ്രൈസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇത് സിമ്പിളായിട്ട് അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് എഡിബിൾ ഗ്ലിറ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് അൺഫ്ലേവേർഡ് ജെലാറ്റിനാണ് കേട്ടോ. ഫ്ലേവേർഡ് ആയിട്ടുള്ള ജെലാറ്റിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു 15 ടേബിൾ സ്പൂൺ വെള്ളം, നോർമൽ വാട്ടർ ചേർത്തിട്ട് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ് കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 12 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള ജെലാറ്റിൻ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്, കാരണം നമുക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമാവാത്തൊരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് ജെലാറ്റിൻ്റേത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം, ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഈക്വൽ എമൗണ്ടിൽ 2 ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കളറിലാണ് ഗ്ലിറ്റർ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് 2 ബൗളിൽ ഈക്വൽ എമൗണ്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് റെഡ് കളറാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റെഡ് കളർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യണം, കാരണം ജെലാറ്റിൻ പെട്ടെന്ന് സെറ്റായി പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഗ്രീൻ കളറാണ് ചേർക്കുന്നത്, അതും ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു OHP ഷീറ്റാണ്. നമുക്കിത് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ പുൾമിയപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു OHP ഷീറ്റ്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ജെലാറ്റിൻ ഇങ്ങനത്തെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല തിന്നായിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതുപോലെ എല്ലാ ഷീറ്റിലും ചെയ്തെടുക്കുക. ഇനി അടുത്തത് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജെലാറ്റിൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം 24 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 മണിക്കൂർ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്, ഫുള്ള് ഡൈനിങ് ടേബിളിന് മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മോർണിംഗ് നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അവസ്ഥ. നമ്മുടെ OHP ഷീറ്റൊക്കെ ഇങ്ങനെ മടങ്ങി ജെലാറ്റിനൊക്കെ ഫുള്ളായിട്ട് ഉണങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ അടർത്തി വന്നാൽ തന്നെ ഫുള്ളായിട്ട് അത് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് ഫുൾ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഷീറ്റും ഇതേപോലെ തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നമ്മുടെ എഡിബിൾ ഗ്ലിറ്റേഴ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും പുറത്ത് OHP ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ജെലാറ്റിൻ്റെ ഈ ഒരു സംഭവം നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം, നന്നായിട്ട് പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇത് അതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം, കാരണം ഇതിപ്പോൾ കുറച്ച് വലിയ തരികളാണ്. അപ്പോൾ നമുക്ക് എഡിബിൾ ഗ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ഫൈൻ കുഞ്ഞു തരികളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അതേപോലെ നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നല്ല തിന്നായിട്ടുള്ള, അതായത് നല്ല ചെറിയ ഗ്ലിറ്റേഴ്സ് കിട്ടും. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ റെഡും ഗ്രീനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഡിബിൾ ഗ്ലിറ്റേഴ്സ്. ഈസി അല്ലേ, എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ബോക്സിൽ വേണം നമ്മൾ ഈ ഒരു ഗ്ലിറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ഉടൻ തന്നെ വരുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും അത് കാണാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് വെച്ചിട്ടുള്ള കേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.